എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സനൽ. അപ്പോൾ ജസ്റ്റ് ബിസിനസ് ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച് പറയാനുള്ള ഒരു വീഡിയോ ആണിത്. സിമ്പിളാണ്. നമ്മുടെ മാട്രിമോണി നമുക്ക് SKN ഇന്നോവേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രോജക്ട്സ് അവൈലബിൾ ആണ്. അതിനകത്ത് ഒരെണ്ണം നമുക്ക് റെൻ്റ് എ കാറിൻ്റെ ബിസിനസ് ഉണ്ട്, സോഫ്റ്റ്വെയർസ് ഉണ്ട്, അതുപോലെ തന്നെ നമുക്കൊരു മാട്രിമോണിയൽ ബിസിനസ് കൂടിയുണ്ട്. അത് മാട്രിമോണിയാണ്. നമുക്ക് അത്യാവശ്യം നല്ല വളരെ മിനിമൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റിയിരിക്കുന്ന ഒരു പ്രൊജക്റ്റ് എന്ന് പറയുന്നത് SKN മാട്രിമോണി തന്നെയാണ്. അപ്പോൾ ഇത് 2019 സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ നമ്മളിത് കുറച്ചും കൂടി ഇലാബറേറ്റ് ചെയ്തിട്ട് നമ്മൾ ബിസിനസ് പാർട്ട്നേഴ്സിന് ഇപ്പോൾ ഹയർ ചെയ്യുകയാണ്. അപ്പോൾ പാർട്ട്നേഴ്സിന് നമുക്ക് രണ്ട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഒന്നെങ്കിൽ 18,000 കൊടുത്തിട്ട് നമ്മൾ ഇവർക്ക് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കും. ഇവർ തന്നെ സ്വന്തമായിട്ട് ബിസിനസ് റൺ ചെയ്യാം. ഇതിൻ്റെ സ്റ്റാഫിൻ്റെ റിക്വയർമെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ ഇൻഡീഡ്, OLX അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ജോബ് പോസ്റ്റ് ചെയ്തുകൊണ്ട് ഹയർ ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ കയ്യിൽ കാൻഡിഡേറ്റ്സിൻ്റെ കുറച്ച് ലിസ്റ്റ് ഉണ്ട്. അവരിൽ നിന്ന് ആരെങ്കിലും നമുക്ക് വേണമെങ്കിൽ റിക്രൂട്ട് ചെയ്ത് തരാൻ സാധിക്കും. അത് ഈ 18,000-ൻ്റെയും 1,00,000-ൻ്റെയും ആളുകൾക്ക് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ 1,00,000 നിങ്ങൾക്ക് ഫസ്റ്റ് വരുന്നവർക്ക് മാത്രം, ഫസ്റ്റ് വരുന്ന 5 പേർക്ക് മാത്രം നമ്മൾ 18,000-ൻ്റെ പാക്ക് നമ്മൾ കൊടുക്കുന്നുള്ളൂ. നമ്മൾ ഫ്രാഞ്ചൈസി ഫീസാണ് അത് നമ്മൾ ഹോൾഡ് ചെയ്യും. 1,00,000 ആണ് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് അഡീഷണൽ ബെനിഫിറ്റും കൂടി കിട്ടും. അത് കുറച്ചല്ല, നമുക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിൽ മാത്രം നിങ്ങൾക്ക് നിന്നാൽ മതിയാവും. അതായത് ജസ്റ്റ് നിങ്ങൾക്ക് സ്റ്റാഫ് മാനേജ്മെന്റ് മാത്രമേ വരുള്ളൂ. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന്റെ ട്രെയിനിങ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. പക്ഷേ ഡിജിറ്റൽ മാർക്കറ്റിംഗ് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നത് ഞാൻ തന്നെയായിരിക്കും. അപ്പോൾ വേറെ ഹെഡേക്സ് ഒന്നും ഉണ്ടാവില്ല. ജസ്റ്റ് സ്റ്റാഫിനെ മെയിൻറ്റെയിൻ ചെയ്യുക, പ്രോഫിറ്റ് മാക്സിമം എത്തിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക. ഈ ഒരൊറ്റ കാര്യം മാത്രമേ നമ്മളെ 1,00,000 കൊടുത്ത് ചെയ്യുന്ന ആളുകൾക്ക് ഉണ്ടാവുള്ളൂ. 18,000 നമുക്ക് എൻഡ് ടു എൻഡ് ട്രെയിനിങ് കൊടുക്കും. 2 പേർക്കാണെങ്കിലും മോണിറ്ററിങ് നമ്മൾ ചെയ്തു തരും. അതാണ് നമ്മുടെ ബിസിനസ് പ്ലാൻ വന്നിട്ട്. ഇനി നമുക്ക് ഇതിനകത്ത് എത്രയാണ് ഇൻകം ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളിപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ 1,00,000 18,000 സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എത്ര നാളിനുള്ള തിരിച്ച് കിട്ടും എന്നുള്ളതിൻ്റെയൊക്കെ ഒരു ഐഡിയ തരാനായിട്ട് ഞാൻ ജസ്റ്റ് നമുക്ക് ഇപ്പോഴുള്ള റവന്യൂ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇതാണ് മെറ്റയുടെ ബിസിനസ് പ്ലാറ്റ്ഫോം. ഇവിടെയാണ് നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് റൺ ചെയ്യുന്നത്, മാനേജ് ചെയ്യുന്നതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാനിപ്പോൾ സ്പെൻഡ് ചെയ്തിരിക്കുന്ന എമൗണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് തുടങ്ങിയിട്ട് 1-ാം തീയതി മുതൽ 5-ാം തീയതി വരെ ഞാൻ സ്പെൻഡ് ചെയ്തിരിക്കുന്ന എമൗണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1,000 റുപ്പീസാണ്. അപ്പോൾ ഇതിനകത്ത് ഈ പറഞ്ഞ ആഡിനാണ്, ഈ 3-ാമത്തെ ആഡിനാണ് നമ്മൾക്ക് സ്പെൻഡ് ആയിരിക്കുന്നത്. ബാക്കി 2 ആഡ് നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടില്ല, ബിക്കോസ് അത് റീസെൻ്റ്ലി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആഡാണ്. ഓക്കെ, 1,000 ഇവിടെ മുകളിൽ കാണാൻ സാധിക്കും. 1,000 റുപ്പീസാണ് നമ്മൾ സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഗൂഗിൾ പേയിൽ നമുക്ക് നോക്കാം എത്ര രൂപയാണ് നമുക്ക് 1,000 റുപ്പീസ് സ്പെൻഡ് ചെയ്തപ്പോൾ നമുക്ക് റിട്ടേൺ കിട്ടിയിരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മൾ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ജൂൺ അവധിയായിരുന്നു, ഞായറാഴ്ചയായിരുന്നു. അപ്പോൾ 1,000, 2,000, 3,000, 4,000, 5,000, 6,000. ഇന്നിപ്പോൾ 7th മോർണിംഗ് ആയിട്ടുള്ളൂ, ഇനിയും പേയ്മെൻറ്റ്സ് വരും. അപ്പോൾ നമുക്ക് 6,000 റുപ്പീസാണ് നമുക്ക് 1,000 റുപ്പീസ് സ്പെൻഡ് ചെയ്തപ്പോൾ വന്നിരിക്കുന്നത്. അതായത് നമുക്ക് 6 ഇരട്ടി ലാഭമാണ് നമുക്ക് ഇതിൽ നിന്ന് ഏൺ ചെയ്യാൻ പറ്റിയിരിക്കുന്നത്. നമുക്ക് സ്റ്റാഫിൻ്റെ സാലറി വരും, ഓപ്പറേഷൻ കോസ്റ്റ് വരും. എന്നിരുന്നാലും ബാക്കി കിട്ടുന്ന എമൗണ്ടിൽ നിന്ന് നമുക്ക് ഒരു ചെറിയ എമൗണ്ട് മാത്രമേ നമ്മളുടെ ഇതിനകത്തേക്ക് വരുന്നുള്ളൂ. ഫ്രാഞ്ചൈസി കമ്മീഷനായിട്ട് 25% നിങ്ങൾക്ക് കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ ഒരു 25% നമുക്ക് എന്താ പറയുക, നമ്മളുടെ ഫ്രാഞ്ചൈസി കമ്മീഷനായിട്ട് വരും. ബാക്കി 75% നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ വളരെ സിമ്പിളാണ്. 18,000 സ്പെൻഡ് ചെയ്യുന്ന ആൾക്ക് വളരെ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ തന്നെ നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. ഇതിനകത്ത് നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ ഈ കോഴ്സ് പഠിക്കണമെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം പുറത്തൊക്കെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ 45,000 അടുത്ത് ചാർജ് വരും. ഒരു ഫേസ്ബുക്ക് അഡ്വർടൈസ്മെൻറ്റിൻ്റെ നല്ല രീതിയിലുള്ള കോഴ്സ് എടുത്ത് പഠിക്കണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ മാത്രമല്ല, നിങ്ങൾക്ക് ഫ്യൂച്ചർ പ്രോജക്ട്സിലും എക്സിസ്റ്റിംഗുള്ള വേറെ പ്രോജക്ട്സിലും നിങ്ങൾക്ക് പാർട്ട് ആവണമെന്നുണ്ടെങ്കിൽ പാർട്ട് ആവാനും സാധിക്കും. ആദ്യം ഇതിനകത്ത് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയുള്ള പ്രോജക്ട്സ് ജോയിൻറ്റ് വെഞ്ചറായിട്ട് നമുക്ക് ചെയ്യാനും സാധിക്കും. അപ്പോൾ സിമ്പിളാണ്. 1,00,000 സ്പെൻഡ് ചെയ്യുന്ന ആൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ വേറെ ഒന്നുമില്ല. അവർക്ക് ഇതുപോലെ നമ്മൾ ആഡൊക്കെ സെറ്റ് ചെയ്ത് മൊബൈലിലെല്ലാം ചെയ്ത് കൊടുക്കും. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു മൺഡേ ടു ട്യൂസ്ഡേ ഈ ബട്ടൺ ഒന്ന് ഓൺ ചെയ്യാന്നുള്ള വർക്ക് മാത്രമേ ഉള്ളൂ. പിന്നെ സ്റ്റാഫിനെ മാനേജ് ചെയ്യുക, സ്റ്റാഫ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മാത്രം മതിയോ, വേറെ ഒന്നും ചെയ്യേണ്ടി വരില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ ബിസിനസ് ഓപ്പർച്യൂണിറ്റി വന്നിട്ട്. സെയിൽസ് നമുക്ക്
ബിസിനസ് റൺ ചെയ്യുമ്പോൾ സെയിൽസ് നമുക്ക് വന്നോളും. സെയിൽസിൻ്റെ കമ്മീഷൻ നിങ്ങൾ 25% ഞങ്ങൾക്ക് കമ്മീഷൻ പ്രൊവൈഡ് ചെയ്യാം. ബാക്കിയുള്ള 75% നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. നമുക്ക് സ്റ്റാഫിൻ്റെ സാലറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രഷേഴ്സിനൊക്കെ ഇപ്പോൾ അവൈലബിൾ, ഫ്രഷേഴ്സിനാണെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാവുന്നുള്ളൂ, വലിയ കോംപ്ലക്സ് ടാസ്കുകളൊന്നും ഇല്ല. അപ്പോൾ ഒരു 6,000 to ഒരു 12,000 വരെയൊക്കെ നമുക്ക് സാലറി അവിടെ കൊടുക്കേണ്ടി വരുള്ളൂ. അപ്പോൾ ബാക്കി നമുക്ക് കിട്ടുന്ന എമൗണ്ട് നമുക്ക് സ്വന്തമായിട്ട് എടുക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയാണ് ഓപ്പർച്യൂണിറ്റി വരുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഓപ്പർച്യൂണിറ്റി മിസ്സാവാതെ നമ്മുടെ ഒപ്പം തന്നെ നിൽക്കാൻ ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗുഡ് ഡേ.